ഈ കുട്ടിക്ക് ബന്ധത്തിന് സമ്മതമാണെന്നാണോ അർജുൻ പറയുന്നത്? ഞാൻ പറഞ്ഞത് എന്താ അങ്കിളിന് വിശ്വാസമില്ലാത്തത്? ധ്വനി ഡബിൾ ഓക്കെയാ. ഇതല്ലാതെ മറ്റൊരു കല്യാണത്തിന് ഇനി അവള് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാര്യങ്ങളൊക്കെ അത്രത്തോളം സംസാരിച്ചിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ സംസാരിച്ചാല് അർജുന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അർജുൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തുക തന്നെ ബ്രോക്കർ ഫീസായിട്ട് ഞാൻ തരും. ഇനി SP കൂടി സമ്മതിക്കണം. അതാണ് അടുത്ത കടമ്പ. SP അങ്കിളിനെ നമ്മുടെ ധ്വനി തന്നെ കറക്കിയെടുത്തോളും. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പിന്നൊന്നും പറയേണ്ടി വന്നില്ല. നീ മിടിക്കുകയാണല്ലോ മോളെ. അങ്കിളുടെ മോളെ പോലെ തന്നെ എന്നെയും കാണണം. വെട്ടിപ്പിടിച്ചതൊക്കെ രണ്ടായി പകത്ത് എനിക്ക് വേട്ടനും വിട്ടു തന്ന് നാമം ജപിക്കേണ്ട പ്രായമായില്ലേ ഡാഡിക്ക്? അതിനു പകരം ഡാഡി എന്തിനാ ഒക്കെ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നെ? കുറച്ച് കാശ് കയ്യിൽ വരാൻ ഈ ചതി അല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ ഡാഡി ഞങ്ങളുടെ തട്ടിപ്പുകളൊക്കെ കാണേണ്ടി വരും. അല്ല, അങ്കിളിന് എന്താ പറ്റിയേ? അങ്കിൾ സാരല്ല. എന്റെ ധ്വനി, നിന്റെ ഭാവിയിലെ ഫാദറിൻലോയെ നീ വീഴ്ത്തി കളഞ്ഞു. അങ്കിൾ വിഷമിക്കരുത്. അവര് യോജിപ്പിലായല്ലേ? പിന്നല്ലാതെ. ധ്വനി മിടുക്കിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി വിവാഹം വഹിക്കണ്ട. എല്ലാരും കൂടെ ധ്വനിയുടെ വീട്ടിലെത്തി ഈ വിവാഹം ഒഫീഷ്യലാക്കും. ഇനിയെല്ലാം ഞാൻ ഏറ്റു. താങ്ക് യു. വെൽക്കം സർ. കുടിക്കുമോളെ. താങ്ക് യു. ഹലോ. മായ ഇന്ന് രാവിലെ മുതൽ സംസാരിച്ചു തുടങ്ങി സാർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വീട്ടിൽ പോണെന്ന് പറഞ്ഞ് ആ കുട്ടി ബഹളം വെക്കുക. സാർ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും എന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണെന്ന് ഇവരൊക്കെ പറഞ്ഞു. എന്റെ അനിയത്തെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. 2 ദിവസമായിട്ട് അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. അച്ഛന്റെ ഫോണും കിട്ടുന്നില്ല. അവരെന്തോ ആപത്തിൽ പെട്ടിരിക്കുക. അല്ലെങ്കിൽ എന്റെ അനിയത്തെ എങ്ങനെ ഫോൺ ഓഫ് ചെയ്യാറില്ല സർ. കുട്ടി വിഷമിക്കണ്ട. കുട്ടിയുടെ വീട്ടുകാരെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. എന്ത് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ സെറ്റാക്കാം. എനിക്ക് എത്രയും വേഗം നാട്ടിലേക്ക് പോണം സർ. നിങ്ങൾ വന്ന് ഡിസ്ചാർജ് ചെയ്താലേ എന്നെ വിടൂന്നാ ഇവർ പറയുന്നത്. എന്തായാലും കുട്ടി സംസാരിച്ചു തുടങ്ങിയല്ലോ. ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾ ഉടനെ അവിടെ എത്താം. നിങ്ങൾ വരാൻ താമസിക്കും. എന്നെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ ഇവരോടൊന്ന് പറയണം. അങ്ങനെ പെട്ടെന്ന് പോണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിങ്ങൾക്ക് ഒരുപാട് പണം ചെലവായി എന്ന് എനിക്കറിയാം. എങ്ങനെയെങ്കിലും ഞാൻ ആ കടം വീട്ടിയിരിക്കും സർ. കാശൊന്നും ആരും ചോദിച്ചില്ലല്ലോ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇവിടുന്ന് അവിടം വരെ എത്താനുള്ള സമയം മാത്രം മതി. അത്രയും മതി. സർ സർ കോൾ കട്ട് ചെയ്തു. എനിക്കൊന്ന് പോണം ഡോക്ടർ. കുട്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 മാസത്തിൽ കൂടുതലായി. ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് പേടിച്ച കണ്ടീഷനിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഞാൻ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി
കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്തേക്കാം. ഇത്രയും പണം മുടക്കി പ്രാർത്ഥനയോടെ കാത്തിരുന്നവർക്ക് ഒരു താങ്ക്സ് പോലും പറയാൻ താല്പര്യമില്ലെങ്കിൽ കുട്ടി പോയിക്കോളൂ. വരൂ. ഒരല്പനേരം കൂടി കാത്തിരിക്കണം മാഡം, പ്ലീസ്. സാധാരണ ഞാൻ തണുത്ത വെള്ളമൊന്നും കുടിക്കാത്തതാ. മോള് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ ഇപ്പൊ ഈ ജ്യൂസ് കുടിക്കുന്നത്.